1856 ജൂൺ 10 ആസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിലാണ് നിക്കോള ടെസ്ല ജനിച്ചത്. ഇന്നത്തെ യൂറോപ്പിലെ ഒരു പ്രധാന ശക്തിയായിരുന്ന ആ സാമ്രാജ്യം ഇന്ന് നിലവിലില്ല. നിക്കോള ടെസ്ലയുടെ ജനനകാലത്ത് ലേക്ക കൗണ്ടിയും സ്മിൽജാൻ പ്രവിശ്യയും സെർബിയൻ വംശജർ ധാരാളമായി താമസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. ടെസ്ലയുടെ പൂർവികർ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസികളായ സെർബ് വംശജരാണ്. നിക്കോള ടെസ്ലയുടെ പിതാവ് മിലൂട്ടിൻ ടെസ്ല പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനായിരുന്നു. സൈനിക പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് മിലൂട്ടിൻ ടെസ്ലയുടേത്. അദ്ദേഹത്തിന്റെ പിതാവ് നെപ്പോളിയൻ ചക്രവർത്തിയുടെ കാലത്ത് സൈനിക സേവനമനുഷ്ഠിച്ച് സെർജന്റ് പദവിയിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. നിക്കോള ടെസ്ല തന്റെ പിതാവിന്റെ പേരാണ് മിലൂട്ടിൻ ടെസ്ല മകന് നൽകിയത്. പൗരോഹിത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മിലൂട്ടിൻ ടെസ്ല ഓസ്ട്രിയൻ മിലിറ്ററി ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമിയിൽ വിദ്യാഭ്യാസവും സൈനിക പരിശീലനവും പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ചുകാലം സൈനിക സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. നിക്കോള ടെസ്ലയുടെ അമ്മ ഡ്യൂക്ക ടെസ്ല പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഡ്യൂക്ക ടെസ്ലയുടെ പിതാവും ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും നിക്കോള എന്ന് തന്നെയാണ്. ഡ്യൂക്ക ടെസ്ലയുടെ കുടുംബാംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും സമൂഹത്തിന്റെ ഉന്നത മേഖലകളിൽ സ്ഥാനം നേടിയവരുമാണെങ്കിലും ഡ്യൂക്ക ടെസ്ലയ്ക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഒട്ടും കിട്ടിയിരുന്നില്ല. ഔപചാരിക വിദ്യാഭ്യാസം അന്ന് സ്ത്രീകൾക്ക് പതിവുമില്ല. എന്നാൽ തന്റെ അസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ഡ്യൂക്ക ടെസ്ല ചുറ്റുമുള്ളവരെ അമ്പരപ്പിച്ചിരുന്നു. ഡ്യൂക്ക ടെസ്ലയ്ക്ക് സെർബിയൻ പുരാണ കവിതകളെല്ലാം മനഃപ്പാഠമായിരുന്നു. മാത്രമല്ല, വീടിനുള്ളിൽ ഉപയോഗിക്കാറുള്ള എല്ലാ ഉപകരണങ്ങളുടെയും കേടുപാടുകൾ തീർക്കാനും അവ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതുക്കിപ്പണിയാനുമുള്ള അസാധാരണമായ കഴിവും അവർക്കുണ്ട്. ഡ്യൂക്കയെ വിവാഹം ചെയ്യുന്ന കാലത്ത് മിലൂട്ടിൻ ടെസ്ല അഡ്രിയാറ്റിക് കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ പള്ളിയിൽ പുരോഹിതനാണ്. ആ ഗ്രാമത്തിൽ അവർ വിവാഹ ജീവിതം ആരംഭിച്ചു. അവിടെ വെച്ച് നിക്കോള ടെസ്ലയുടെ മൂത്ത സഹോദരങ്ങൾ ജനിച്ചു. മൂത്ത സഹോദരൻ ഡാനയും ആഞ്ചലീന, മിൽക്ക എന്നീ സഹോദരിമാരും. പക്ഷേ അധികകാലം അവർ അവിടെ തുടർന്നില്ല. കടൽ തീരത്തെ കാലാവസ്ഥ മിലൂട്ടിൻ ടെസ്ലയുടെ ആരോഗ്യം മോശമാക്കി. മാത്രമല്ല, അവിടെ അദ്ദേഹത്തിന് വളരെ പരിമിതമായ വരുമാനമേ ലഭിച്ചിരുന്നുള്ളൂ. ലൈക്ക കൗണ്ടിയിലുള്ള സ്മിൽജാൻ പ്രവിശ്യയിലെ മറ്റൊരു പള്ളിയിലേക്ക് തനിക്ക് സ്ഥലം മാറ്റം വേണമെന്ന് മിലൂട്ടിൻ ടെസ്ല സഭയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് മിലൂട്ടിൻ ടെസ്ലയും കുടുംബവും സ്മിൽജാനിലെത്തിയത്. അവിടെ അവർക്ക് താമസിക്കാൻ വിശാലവും മനോഹരവുമായ ഒരു ഫാം ഹൗസ് കിട്ടി. ചുറ്റും കൃഷിഭൂമിയാണ്. സുന്ദരമായ പ്രദേശം. തന്റെ ഇടവക അംഗങ്ങളെ സന്ദർശിക്കാൻ പോകുന്നതിന് സുന്ദരനായ ഒരു അറേബ്യൻ കുതിരയെയും മിലൂട്ടിൻ ടെസ്ലയ്ക്ക് കിട്ടി. ബോസ്നിയയിൽ പ്രവർത്തിക്കുന്ന ഒരു തുർക്കിഷ് പാഷയാണ് മിലൂട്ടിൻ ടെസ്ലയ്ക്ക് ആ കുതിരയെ സമ്മാനിച്ചത്. പകരമായി അദ്ദേഹം ലേക്കയിലുള്ള മുസ്ലിങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്തു വന്നു. പുതിയ താമസ സ്ഥലത്തെത്തിയ ഉടൻ മിലൂട്ടിൻ ടെസ്ല അവിടെ നല്ലൊരു ലൈബ്രറി സ്ഥാപിച്ചു. മതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾക്ക് പുറമെ അദ്ദേഹം ശാസ്ത്രസംബന്ധമായ ഗ്രന്ഥങ്ങളും ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും തന്റെ വായനശാലയിൽ ശേഖരിച്ചു. അവിടെയുള്ള സെർബിയൻ വംശജരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. പത്രങ്ങളിലും ആനുകാലികങ്ങളിലും വരുന്ന വാർത്തകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കി അതെല്ലാം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു അദ്ദേഹം. സെർബിയക്കാരായ അയൽക്കാരെയും ഇടവക അംഗങ്ങളെയും എഴുത്തും വായനയും പഠിപ്പിക്കാൻ മിലൂട്ടിൻ ടെസ്ല പരിശ്രമിച്ചു.
സ്മിൽജാൻ പ്രവിശ്യയിലുള്ള വീട്ടിലാണ് നിക്കോള ടെസ്ലയും ഇളയ സഹോദരി മെറീക്കയും ജനിച്ചത്. നല്ല ഇടിമിന്നലുള്ള ഒരു രാത്രിയിലായിരുന്നു നിക്കോള ടെസ്ലയുടെ ജനനം. മിന്നലിന്റെ പ്രകാശത്തിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഡ്യൂക്ക ടെസ്ല ഇവൻ വെളിച്ചത്തിന്റെ മകനായി വളരും എന്ന് പറഞ്ഞു. പ്രവചനാത്മകമായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ. സ്മിൽജാനിലെ നിക്കോള ടെസ്ലയുടെ ബാല്യം വളരെ സന്തോഷകരമായിരുന്നു. വിശാലമായ തോട്ടത്തിൽ സഹോദരങ്ങൾക്കൊപ്പം എത്ര നേരം വേണമെങ്കിലും കളിച്ചു നടക്കാം. ഇളയ കുട്ടിയായ മെറീക്ക എപ്പോഴും ചേട്ടന്റെ നിഴലായി പിന്നാലെ ഉണ്ടാകും. കാലികൾ, കോഴി, ആട്, വാത്ത തുടങ്ങി ധാരാളം വളർത്തുജീവികൾ അവിടെയുണ്ട്. അവയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവന് വലിയ ഇഷ്ടമാണ്. നിക്കോളയ്ക്ക് സ്വന്തമായി ഒരു പൂച്ചയുണ്ട്. ചുറ്റുമുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ടെസ്ല അച്ഛനോട് ചോദിക്കും. ടെസ്ലയ്ക്ക് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പൂച്ചയുടെ പുറത്ത് പതിവായി തലോടുമ്പോൾ ഉണ്ടാകാറുള്ള ഘർഷണമെന്താണെന്ന് അവൻ അച്ഛനോട് ചോദിക്കും. അത് വൈദ്യുതിയുടെ ഒരു പ്രഭാവമാണ്, മിലൂട്ടിൻ ടെസ്ല പറയും. ഒരുപക്ഷെ അതായിരിക്കും നിക്കോള ടെസ്ലയിൽ വൈദ്യുതിയെക്കുറിച്ചുണ്ടായ ആദ്യ സംശയം. വൈദ്യുതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും മറ്റും പിൽക്കാലത്ത് നിക്കോള ടെസ്ല നടത്തിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ അന്വേഷണാത്മകമായ ഒരു മനസ്സാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. അച്ഛന്റെ വായനശാലയാണ് നിക്കോള ടെസ്ലയുടെ മറ്റൊരിഷ്ട സങ്കേതം. അവിടെ അച്ഛന്റെ മേൽനോട്ടത്തിലാണ് ടെസ്ലയുടെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം മാത്രമല്ല, അതിനപ്പുറം ഭാവനയും സങ്കല്പങ്ങളും യോജിപ്പിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കാനും ടെസ്ലയ്ക്ക് ഇഷ്ടമാണ്. ആകാശത്ത് പറന്നു നടക്കുന്ന തുമ്പികളെപ്പോലെ ഹെലികോപ്റ്ററിന്റെ ആകൃതിയിൽ കുഞ്ഞു യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അവൻ പരീക്ഷിച്ചു നോക്കി. പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ടെസ്ലയ്ക്ക് പ്രചോദനമായത് അമ്മയാണ്. വീട്ടുപകരണങ്ങളിലെല്ലാം പരീക്ഷണം നടത്താറുള്ള അമ്മയായിരുന്നു ടെസ്ലയുടെ പ്രചോദനം. അമ്മയെ അനുകരിച്ച് വീട്ടിലെ യന്ത്രങ്ങളെല്ലാം അഴിച്ചു പരിശോധിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യാൻ അവനിഷ്ടമാണ്. വീട്ടിലെ ക്ലോക്കുകൾ ടെസ്ലയുടെ ഒരു പ്രിയപ്പെട്ട പരീക്ഷണ വസ്തുവായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവൻ അതെല്ലാം അഴിച്ചു നോക്കുകയും അവയുടെ പ്രവർത്തനം മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് കേടൊന്നും വരുത്താതെ അതെല്ലാം കൂട്ടിയോജിപ്പിക്കും. തടി കൊണ്ടുള്ള ഒരു വാൾ അവൻ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചാണ് യോദ്ധാവായി അഭിനയിച്ചുകൊണ്ടുള്ള കളി. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിക്കോള ടെസ്ലയെ അസ്വസ്ഥനാക്കിക്കൊണ്ട് ഇടയ്ക്കെല്ലാം കണ്ണിന് മുന്നിൽ ഒരു വലിയ പ്രകാശം മിന്നിമറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നാലെ നിമിഷങ്ങളോളം കണ്ണിൽ ഇരുട്ട് കയറും. പിന്നീട് മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ അതോ തോന്നലാണോ എന്ന സംശയമാകും. കാഴ്ചയ്ക്കെന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചിന്തിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് തന്നെ ടെസ്ല ഈ പ്രശ്നം നേരിട്ടു തുടങ്ങി. മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമാണോ തന്റെ ഭാവനയാണോ എന്ന് പലപ്പോഴും അവൻ സംശയിച്ചു. ടെസ്ലയുടെ ബാല്യത്തെ വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു ഇത്. ഈ കാലത്ത് തന്നെ ഏറെ ദുഃഖകരമായ മറ്റൊരനുഭവവും നിക്കോള ടെസ്ലയുടെ ബാല്യത്തെ വിഷാദത്തിലാഴ്ത്തി. മൂത്ത സഹോദരൻ ഡാനയുടെ മരണം. 1863 ടെസ്ലയുടെ 6ാം വയസ്സിലായിരുന്നു ഈ സംഭവം. അത് ഒരു സാധാരണ മരണവും ആയിരുന്നില്ല. നിക്കോള ടെസ്ലയുടെ കൺമുന്നിൽ വെച്ച് അവരുടെ അറേബ്യൻ കുതിര ഡാനയെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ സംഭവം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന്
കുട്ടി ഏറെക്കാലം മോചിതനായില്ല. ഭയാനകമായ ആ സംഭവം ടെസ്ല കുടുംബത്തെയാകെ ദുഃഖത്തിലാഴ്ത്തി. വൈകാതെ അവർ സ്മിൽജാനിൽ നിന്ന് ഗോസ്പിക് എന്ന പട്ടണത്തിലേക്ക് താമസം മാറ്റി. മനോഹരമായ ഒരു ഗ്രാമത്തിൽ നിന്ന് അപരിചിതമായ ഒരു പട്ടണത്തിലേക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നത് നിക്കോള ടെസ്ലയെ കൂടുതൽ അസ്വസ്ഥനാക്കി. ചേട്ടന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിന് പുറമെ പുതിയ താമസ സ്ഥലത്തേക്കുള്ള വരവും ടെസ്ലയെ വിഷമിപ്പിച്ചു. അവിടെയുള്ള ജീവിതത്തോട് പൊരുത്തപ്പെടാനാകാതെ നിക്കോള ടെസ്ല കൂടുതൽ അന്തർമുഖനായി. മൂത്ത മകന്റെ വേർപാട് അവന്റെ അച്ഛനമ്മമാരെയും വല്ലാതെ ബാധിച്ചിരുന്നു. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുകയാണവർ. പ്രത്യേകിച്ച് മിലൂട്ടിൻ ടെസ്ല. നിരാശയും സങ്കടവും കൊണ്ട് അന്ധനായി മാറിയ മിലൂട്ടിൻ ടെസ്ല പലപ്പോഴും തന്റെ ദേഷ്യമെല്ലാം പ്രകടിപ്പിക്കുന്നത് നിക്കോള ടെസ്ലയോടായിരിക്കും. മൂത്ത മകന്റെ വിയോഗത്തിന് ഇളയ മകനെ കുറ്റപ്പെടുത്താനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിക്കുന്നത്. അവന്റെ ഓരോ പ്രവൃത്തിയിലെയും ചെറിയ ചെറിയ തെറ്റുകൾ പോലും മിലൂട്ടിൻ ടെസ്ല ചൂണ്ടിക്കാട്ടും. നിക്കോള ടെസ്ലയ്ക്കാകട്ടെ പിതാവ് ഗുരുനാഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗീകാരവും അഭിനന്ദനവും അവൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ഓരോ കാര്യവും പരിപൂർണതയോടെ ചെയ്യാനാണ് കുട്ടിയുടെ ശ്രമം. കുട്ടികൾ പ്രശംസ അർഹിക്കുന്നില്ല എന്ന് തോന്നും മിലൂട്ടിൻ ടെസ്ലയുടെ പെരുമാറ്റം കണ്ടാൽ. അദ്ദേഹത്തിന്റെ സ്വകാര്യ ലൈബ്രറിയിൽ നിന്ന് കുട്ടി എന്തെങ്കിലും പുസ്തകമെടുത്താൽ പോലും വല്ലാതെ ദേഷ്യപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്യും. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ടായിരിക്കും ഈ പ്രകടനം. ഒരിക്കൽ പള്ളിയിൽ വന്ന ഒരു പ്രഭു വനിതയുടെ വസ്ത്രം നിക്കോള അബദ്ധത്തിന് കേടുവരുത്തി. മിലൂട്ടിൻ ടെസ്ലയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അന്ന് അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് മിലൂട്ടിൻ ടെസ്ല അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവനിൽ ഒരു പ്രത്യേകതരം ഭയം വളർത്തി. സ്ത്രീകളോടുള്ള അകൽച്ചയായിരുന്നു അതിലൊന്ന്. പ്രത്യേകിച്ചും മുത്തുപിടിപ്പിച്ച ആഭരണങ്ങളും കമ്മലും ധരിക്കുന്ന സ്ത്രീകളെ അവൻ ഭയന്നു. അതുപോലെ ആരും തന്റെ തലമുടിയിൽ തൊടുന്നത് അവന് സഹിക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും തലമുടി കിടക്കുന്നത് കണ്ടാലും അസ്വസ്ഥതയാണ്. കർപ്പൂരത്തിന്റെ ഗന്ധത്തോട് വെറുപ്പാണവന്. അങ്ങനെ അനവധി വസ്തുക്കളോടുള്ള അനിഷ്ടം ഈ കാലത്ത് അവനിൽ രൂപപ്പെട്ടു. എല്ലാ സാധനങ്ങളുടെയും കണക്കെടുക്കുന്ന സ്വഭാവമാണ് അതിലൊന്ന്. പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ അതിന്റെ എണ്ണമെടുക്കുക, എന്തെങ്കിലും കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണപാത്രത്തിലെ സാധനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുക തുടങ്ങി വിചിത്രമായ ശീലങ്ങളും അവനിൽ വളർന്നു. ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സംഖ്യ 3 കൊണ്ട് ഹരിക്കാവുന്നതാണെങ്കിലേ അവന് തൃപ്തിയാവുകയുള്ളൂ. വിഷാദഭരിതമായ ആ കാലത്തെ മറികടക്കാൻ കണക്കുകൊണ്ടുള്ള കളികൾ ആ കുട്ടിയെ സഹായിച്ചിരുന്നിരിക്കും. എങ്കിലും അവൻ ശരിക്കും സമാധാനവും ആശ്രയവും കണ്ടെത്തിയത് ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഹംഗേറിയൻ എഴുത്തുകാരനായ മിക്കലോസ് യോഷിക്കയുടെ അബാഫി എന്ന നോവലായിരുന്നു അത്. രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രം. ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടി ചുറ്റുമുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച ഒരാൾ. സ്വന്തം വികാരങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ മാതൃകയാക്കാൻ ടെസ്ല ആഗ്രഹിച്ചു. ഭാവനയെ ഇഷ്ടം പോലെ അലഞ്ഞു നടക്കാൻ വിട്ടുകൊണ്ട് ടെസ്ല സങ്കല്പലോകത്തിൽ കഴിഞ്ഞ കാലമാണത്. പുതിയ താമസ സ്ഥലത്തേക്കെത്തുന്നതിന് മുൻപ് ലേക്കയിൽ വെച്ച് തന്നെ നിക്കോള ടെസ്ല പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലാണ് ഡാനയുടെ മരണവും അതിനെ തുടർന്ന് ഗോസ്പിക്കിലേക്കുള്ള താമസം മാറ്റവും. ഇവിടെ പുതിയ ചുറ്റുപാടിൽ പുതിയ സ്കൂളിൽ നിക്കോള ടെസ്ല പഠനം തുടർന്നു.